കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. എന്റെ കഥ എന്ന ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ടവരും അവർ കടന്നുപോകുന്ന ജീവിതത്തെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ പ്രതീക്ഷകളുമാണ് പങ്കുവയ്ക്കുന്നത്. എന്റെ കഥ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം പട്ടത്താനത്താണ്. കഴിഞ്ഞ 3 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടത്താനം സ്വദേശി സജീവ് സുകുമാരന്റെ വീട്ടിൽ നിന്നും എന്റെ കഥ തുടങ്ങുന്നു. എൻ്റെ പേര് സജീവ് സുകുമാരൻ എന്നാണ്. ഇപ്പം ബിസിനസ് ചെയ്യുന്നത് ഈവന്റ് മാനേജ്മെന്റും കേറ്ററിംഗും ആണ്. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിരുന്നു കുറെ നാൾ മുമ്പ് വരെ. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറിന് ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കാറില്ലായിരുന്നു. നമ്മളൊരു ധാരണ എന്ന് വെച്ചാൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം അങ്ങ് മെഡിസിന്റെ അടിമയായി പോകുമെന്ന് വെച്ചിട്ടുണ്ടേ കഴിക്കാറില്ലായിരുന്നു അന്നൊന്നും. ഞാൻ 6 കുപ്പി 7 കുപ്പി വെള്ളം ഡെയിലി കുടിക്കും. അന്നേരമൊക്കെ എൻ്റെ കിഡ്നി ട്രബിൾ ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളം കുടിച്ചുകൂടെ ഞാൻ ഉറക്കം വിളിച്ചാൽ ഞാൻ ഒരു മഗ് എടുത്ത് 2 മഗ് ആദ്യം കുടിക്കും വെള്ളം. എനിക്ക് 3 തവണ അറ്റാക്ക് വന്നു. 3 തവണയും ഞാൻ സർവൈവ് ചെയ്തു. എനിക്ക് ഈ ബൈപ്പാസ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സ്ട്രോക്ക് വന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം തളർന്നുപോയി. അതിലെനിക്ക് ഒത്തിരി വിഷമമായി. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ കുറേ നാൾ കിടന്നു, കുറേ പൈസയൊക്കെ ആയി. അനങ്ങത്തില്ലായിരുന്നു. 1 വർഷം ഫുള്ള് ബെഡിലായിരുന്നു. പാദം അനക്കം തുടങ്ങിയില്ല. അത് ആ ഒരു അനക്കം കിട്ടിയില്ല ഇതുവരെ. ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് പടിയൊന്നും കയറാൻ പറ്റത്തില്ല, കാർ ഓടിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്മോക്കിംഗ് ഇല്ല, പിന്നെ ഡ്രിങ്ക്സ് ഇല്ല, ഒന്നും തൊട്ടിട്ടേ ഇല്ല. ജീവിതത്തിൽ തൊട്ടിട്ടേ ഇല്ല. ഞാൻ ഒരു നേരം വീട്ടിൽ ഇരിക്കുന്ന ആളല്ലായിരുന്നു, എപ്പോഴും ഫുൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇത് വന്നാൽ പിന്നെ ലൈഫ് തീർന്നെന്നാണ് വിചാരിക്കുന്നത്. കിഡ്നി ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് എന്നുള്ളതാണ് ആൾക്കാർ എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് അസുഖം തിരിച്ചറിയുന്ന ഒരു നിമിഷം. ആ ഒരു നിമിഷം എന്താവും രോഗിയുടെ ഒപ്പമുള്ള ആളുടെ അവസ്ഥ? ചിലപ്പോൾ അത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായേക്കാം. സജീവ് സുകുമാരന്റെ അസുഖം തിരിച്ചറിഞ്ഞ സമയത്ത് ഭാര്യ ഷെറിന്റെ അവസ്ഥ എന്തായിരുന്നിരിക്കും? വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഡിപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഡോക്ടർ ഇങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ക്രിയാറ്റിൻ ഹൈ ആണ്, കിഡ്നി ഫെയിലിയറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, സ്റ്റേജ് 4ലാണ്, അപ്പം നല്ല പ്രോബ്ലത്തിലോട്ടാണ്, ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഇദ്ദേഹത്തിനോട് പറയാനും പറ്റത്തില്ല, പറഞ്ഞിട്ടില്ല. ഡയബറ്റിക് ആയിരുന്നു, BP ഉണ്ടായിരുന്നു, ജോലിയും അങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അത് കാരണം എപ്പോഴും ഈ BP ലെവൽസ് ഭയങ്കര ഹൈ ആയിരിക്കും. മരുന്ന് എടുത്തിട്ടില്ല. മെഡിക്കേഷൻസ് എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരില്ലായിരിക്കും. നമ്മളിപ്പോ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ റിഗ്രറ്റ് ചെയ്യുന്നത് അതിനകത്ത് തന്നെയാണ്. പ്രിയപ്പെട്ടവർക്ക് അസുഖമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം രോഗിയുടെ ഒപ്പമുള്ള ആളുടെ മനസ്സും ചിന്തകളും പല തരത്തിൽ സഞ്ചരിച്ചേക്കാം. പല വിചാരങ്ങൾ അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയേക്കാം. അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ ഞങ്ങളും ഈ ഹോം റെമഡീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം നോക്കി. നമുക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലായി അതൊരു വലിയ മണ്ടത്തരമാണെന്നുള്ളത്. മരുന്നിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയത്ത് മരുന്ന് തന്നെ എടുക്കണം, ട്രീറ്റ്മെന്റ്സ് എടുക്കണം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ 2ാമതും 3ാമതും ഒക്കെ വീണ്ടും അറ്റാക്ക്. ഷെറിന്റെ ഈ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം അസുഖത്തിന് ശരിയായ സമയത്ത് ചികിത്സ എടുക്കാതെയും
പല വീട്ടുവൈദ്യം പരീക്ഷിക്കുന്നവരും ഒന്ന് ചിന്തിക്കുക. ചിലപ്പോൾ പിന്നീട് നടക്കുന്നത് പലതും പ്രതീക്ഷിക്കാത്തതാവും. ഡയാലിസിസ് എന്ന് പറയുന്നത് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു ബൈപ്പാസിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് പേടിച്ചിരുന്നത് ഈ ഡയാലിസിസിനെ ആയിരുന്നു. കുറെ കേട്ടുകേൾവികളുണ്ട്. അപ്പൊ അതിനെല്ലാം വളരെയധികം ഭയപ്പെട്ട് ഇത് എനിക്കൊരു മരണതുല്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒത്തിരി അധികം വിഷമിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരെയല്ലേ നമ്മൾ ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവളെ വിളിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നത്, നമ്മളെപ്പോ ഇതിന് ആക്സെപ്റ്റ് ചെയ്യുന്നോ അപ്പൊ 50% ഓഫ് ദ ജോബ് ഇസ് ഡൺ എന്നാണ്. 2.5-3 years ആവുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീക്ക്ലി 2 കാണും, ചിലപ്പോൾ 3 കാണും. ഒരു രോഗത്തിന് നമ്മളൊരു പ്രതിവിധി അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു കിഡ്നി പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ചെയ്തു തുടങ്ങുന്ന സമയം മുതൽ രോഗിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ നൽകേണ്ടതായി വരും. പ്രത്യേകിച്ചും അവരുടെ ആഹാര കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം വന്നുപോയാൽ ശാരീരികമായി അവരെ അത് ഏറെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രോഗീപരിചാരകർ ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാവാം. ഈ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് എത്തുന്നതിന് മുന്നേ ഒരു പീരീഡ് ഉണ്ട്. അതായത് നമ്മൾ കിഡ്നി ഫെയിലിയർ ആകുകയും ചെയ്തു, പക്ഷെ ഡയാലിസിസിലോട്ട് ആയിട്ടുമില്ല. ഈ ഒരു പീരീഡിലെന്ന് പറയുന്നത് നമ്മൾ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുന്ന ഒരു ടൈമാണ്. ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം, ലിക്വിഡ്സ് വളരെ ലിമിറ്റഡ് ആക്കണം, ഡയറ്റ് കൺട്രോൾ ചെയ്യണം, വാട്ടർ കൺട്രോൾ വരുത്തണം. 1 ലിറ്റർ ആക്കണമെന്ന് പറഞ്ഞ വെള്ളം ദിവസവും 4-5 കുപ്പിയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് പ്രശ്നങ്ങൾ. കുറേയധികം കഴിച്ചിടാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കുക്കിംഗ് തുടങ്ങി. നമുക്ക് ചെയ്യുന്നതല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ഞാനും മോനും ഇദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന സാധനം തന്നെ ഓയിലില്ലാത്ത, സോൾട്ട് ഇല്ലാത്ത പല സാധനങ്ങളും കഴിച്ചുകൂടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ വീട്ടിൽ അവോയ്ഡ് ചെയ്യും. HB ലോ ആകാറുണ്ട്. രക്തം കൂട്ടാനായിട്ടുള്ള ഇലക്കറികളൊന്നും ഇപ്പോഴും കഴിച്ചുകൂടാ. പിന്നെ പൊട്ടാസ്യം കൂടിയ ഭക്ഷണ സാധനങ്ങൾ തീർത്തും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മാങ്ങ, ചക്ക, ഫ്രൂട്ട്സിൽ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ആപ്പിൾ, പേരയ്ക്ക, പിയർ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളും അബദ്ധത്തിൽ അറിയാതെയൊക്കെ ചക്ക കഴിച്ചിട്ട് ചക്ക കഴിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. പൊട്ടാസ്യം ഓവർലോഡായി എമർജൻസി ഡയാലിസിസ് ചെയ്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. വൃക്കരോഗികളെ ഏറെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം. എന്നാൽ സൗകര്യങ്ങൾ ലഭ്യമായിരിക്കെ പലതും സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ രോഗം താങ്ങാൻ പറ്റുന്നവരുമുണ്ട്, താങ്ങാൻ പറ്റാത്തവരുമുണ്ട്. തുടക്കത്തിൽ സാമ്പത്തികമായിട്ട് എത്ര സ്റ്റേബിൾ ആയിട്ടുള്ളവരായിരുന്നാലും കുറേ കഴിയുമ്പോൾ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എല്ലാവരും എത്തും. അപ്പോൾ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മുടെ ഗവൺമെന്റിൽ ഇപ്പം ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് ഒക്കെ അത്രത്തോളം ഹൈജീനിക് ആവുന്നില്ല. കുറച്ചും കൂടെയൊക്കെ കെയറും ഹൈജീനിക്കുമായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ എല്ലാവരും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് മടിക്കുന്നതും ഒരു ശ്രദ്ധക്കുറവിന്റെ ഏരിയ വളരെ നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് വൃക്കരോഗികൾക്കാവശ്യമായ മരുന്നുകൾ ഇന്ന് പല വിലയ്ക്ക് ലഭിക്കുകയും ധനനഷ്ടം തന്നെ സംഭവിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നതായിട്ട് ഷെറിൻ നമ്മളോട് പറയുന്നു. ഇതിനും പല വഴികളുമുണ്ട്. വില കുറഞ്ഞ മരുന്നുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഷെറിൻ പറയുന്നത് കേൾക്കാം. മരുന്ന് ഞാൻ ഈ ഇഞ്ചെക്ഷൻസ് പലയിടത്തുനിന്നും എടുത്തിട്ടുണ്ട്. 1600 തൊട്ട് വരെ വരുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ 1600 എടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മാർക്കറ്റിൽ നടക്കുന്ന ഈ ഡയാലിസിസിൻ്റെ ഇതിനകത്ത് നടക്കുന്ന വൻ ചൂഷണങ്ങളാണ്. ഇന്നിപ്പം വൃക്കരോഗികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് കേരളത്തിൽ. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഹൈജീനിക് ആയിട്ടുള്ള സംഭവം ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യം വേണ്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആഫ്റ്റർ കെയറിന്റെ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക്, പല മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് പല ബ്രാൻഡിൻ്റെതുണ്ട്. എന്നാലും ആ ഒരു കണ്ടന്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1600 രൂപ വരെയും കാശ് കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 1.5 വർഷത്തോളം ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഇതിന്റെ കോസ്റ്റ്
വളരെയധികം കുറവാണ്. സബ്സിഡി റേറ്റ്സിന് കിട്ടുന്നുണ്ട്. അത് പക്ഷേ എത്രത്തോളം എല്ലാവർക്കും അറിയാമെന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ വാർഡുകളിലൊക്കെ കൗൺസിലേഴ്സൊക്കെ ഡയാലിസിസ് പേഷ്യൻസ് ഉള്ള ഏരിയാസിലൊക്കെ ആ വീടുകളിലൊരു ഈ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് 4 എണ്ണം അങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം എല്ലാവരും അവെയർ ആണെന്നുള്ളതിനെ പറ്റി അറിയില്ല. റേറ്റ് കുറഞ്ഞത് ഇത് കിട്ടുന്നുണ്ട്. റേറ്റ് കുറഞ്ഞത് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, പോലീസ് സൊസൈറ്റിയുടെ ഫാർമസികൾ, അവിടെയൊക്കെ ഇത് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഇഞ്ചക്ഷൻസുമാണ്. ഇത് പലർക്കും ഈ ഇഞ്ചക്ഷൻസ് എത്രത്തോളം മാൻഡേറ്ററി ആണെന്നുള്ളതും അറിയത്തില്ല. പലരും ഇത് ഇഫക്റ്റഡ് ആകുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള ഡയാലിസിസ് കഴിഞ്ഞിട്ടുള്ള കെയർ ശ്രദ്ധാപൂർവം ചെയ്യാത്തത് കൊണ്ടാണ്. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, അവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന പരിഹാരം ഒരു തുറന്നു പറച്ചിലാണ്. പരസ്പരം കണ്ണുകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും സ്വന്തം വേദന തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ കഥ എന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസമാകുക എന്നതാണ്. ഞാൻ ഓക്കെ ആണെന്നുള്ളത് ഞാൻ പുള്ളിയുടെ അടുത്ത് കാണിക്കും. പുള്ളി ഓക്കെ ആണെന്നുള്ളത് പുള്ളി എൻ്റെ അടുത്ത് കാണിക്കും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നമ്മൾ രണ്ടു കൂട്ടരും ഓക്കെ അല്ല എന്നുള്ളത്. ഇത് ഒരു ദിവസം നമ്മളിതിൻ്റെ അടുത്തോട്ട് നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കിപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 6 വർഷമാവുന്നു. ഡയാലിസിസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു 90 ദിവസമാവുന്നു. ഡയാലിസിസ് പേഷ്യൻസിന് 2 ഓപ്ഷനാണ് ഉള്ളത്. ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ. പുള്ളിക്ക് പറഞ്ഞ ട്രാൻസ്പ്ലാന്റിന്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ട്രാൻസ്പ്ലാന്റിന് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്, ഡയാലിസിസ് പേഷ്യന്റ് ആണെന്ന് ഓർത്തു കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഡയാലിസിസ് ഒരു ഓപ്ഷനാണ്, ഒരു സൊല്യൂഷനാണ്. ഇത് എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് ആണ് മാഡം. ഇത് നമ്മൾ എങ്ങനെ ഇതിനെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്. സാമ്പത്തികം ഇൻവോൾവ് ആണ്, എല്ലാം ഇൻവോൾവ് ആണ്. നമുക്കിപ്പോൾ വന്നതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്ങനെയായിരുന്നാലും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നാലും പോസിറ്റീവ് ആകും. പിന്നെ ഒരു ധൈര്യം. രോഗത്തിന് പ്രതിവിധി ചികിത്സയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമാണ് രോഗിയുടെ മാനസികാവസ്ഥ, പ്രതീക്ഷ കൈവിടാത്ത ആത്മവിശ്വാസം. സജീവ് സുകുമാരനിൽ അത് ഏറെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നമുക്കൊന്ന് കേൾക്കാം. ഇത് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. എന്റെ എല്ലാ റൂട്ടേയും നോക്കും. ഇപ്പൊ എല്ലാം കൺട്രോളിലാണ്. ഷുഗർ കൺട്രോൾ, BP കൺട്രോൾ, എല്ലാം കൺട്രോളാണ്. ഈ ഒരു അസുഖം എനിക്കില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വീണ്ടും ഇങ്ങനെ ഒറ്റയടിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. 2 days ഐ എം അണ്ടർ ചെക്കപ്പ് ആഴ്ചയിൽ. എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കാലിന്റെ പാദം ഒന്ന് റെഡിയാക്കി എടുക്കണം, പഴയ കണക്ക് ആക്ഷൻ ആവണം. ദൈവം എനിക്കൊരു ബ്രേക്ക് തന്നെ, കാരണം സ്പീഡ് കൂടുതലായിരുന്നു. ചെറിയൊരു ഇന്റർവെൽ തന്നെ എനിക്ക് കുറച്ചാളത്തേക്ക് റെസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടാവും. നിങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്ന വാക്കുകളാണ് സജീവ് സുകുമാരനിലൂടെ നമ്മൾ കേട്ടത്. ഇതൊരു നല്ല സന്ദേശവുമാണ്. ഈ സന്ദേശത്തോടൊപ്പം ഇന്നത്തെ എൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 9890901311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എൻ്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.